ഭയചകിതരായിരുന്ന സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണിത്. ഭയപ്പെടേണ്ട എന്ന വാഗ്ദാനത്തിലൂടെ അവിടുന്ന് ശിഷ്യന്മാരെ വീണ്ടും ഒരുമിച്ചുകൂട്ടുകയാണ് ചെയ്യുന്നത്. തന്നെ തള്ളിപ്പറഞ്ഞവരെയും ഉപേക്ഷിച്ചവരെയും എന്റെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ യേശു തന്റെ അതിരുകളില്ലാത്ത കരുണയും സ്നേഹവും വെളിപ്പെടുത്തുന്നു. ഗലീലി എന്നത് അവരുടെ പഴയ ജീവിതത്തിന്റെയും അധ്വാനത്തിന്റെയും ഇടമാണ്. സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനും അവിടെത്തന്നെ കണ്ടെത്താനും യേശു അവരെ ക്ഷണിക്കുന്നു. വീഴ്ചകൾക്ക് ശേഷവും ദൈവം നമ്മെ മാറോടണയ്ക്കുന്നുവെന്നും നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഇടനാഴികളിൽ ഉത്ഥിതനായ ക്രിസ്തു കൂടെയുണ്ടെന്നുമുള്ള വലിയ സത്യം ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ യേശു ശിഷ്യന്മാരെ സഹോദരങ്ങൾ എന്ന് വിളിച്ച് ചേർത്തതുപോലെ ക്ഷമിക്കാനും ചേർത്തുനിർത്താനുമുള്ള മനസ്സ് കുടുംബങ്ങളിലുണ്ടാകണം. ഭയം വേണ്ട. പ്രതിസന്ധികളിൽ തളരാതെ പരസ്പരം ധൈര്യം പകരുക. ഗലീലിയിലെ കണ്ടുമുട്ടൽ വലിയ ആഘോഷങ്ങളിൽ മാത്രമല്ല, വീട്ടുജോലികളിലും പ്രാരാബ്ധങ്ങളിലും ദൈവസാന്നിധ്യം കണ്ടെത്താൻ ശ്രമിക്കുക. കൂട്ടായ്മ. വീഴ്ചകൾ സംഭവിച്ചാലും പരസ്പരം പഴിചാരാതെ സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നേറുന്നതാണ് യഥാർത്ഥ കുടുംബജീവിതം.